JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ 12-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മോക്ക് ടെക്സ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തിക്ക് ബോധം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് ബോധം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വ്യക്തിക്ക് ബോധം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. തോളിൽ തട്ടി വിളിക്കുക, പ്രതികരണമുണ്ടോ എന്ന് പരിശോധിക്കുക. ബോധം നഷ്ടപ്പെട്ട വ്യക്തിക്ക് ഉടൻ തന്നെ സഹായം ആവശ്യമായിട്ട് വന്നേക്കാം. അതിനാൽ ആദ്യം തോളിൽ തട്ടി വിളിച്ചും ശബ്ദമുണ്ടാക്കിയും പ്രതികരണമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്രതികരണം ഇല്ലെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ സഹായം തേടണം. അപ്പോൾ ഒരു വ്യക്തിക്ക് ബോധം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. തോളിൽ തട്ടി വിളിക്കുക, പ്രതികരണമുണ്ടോ എന്ന് പരിശോധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയാഘാതം സംഭവിച്ച ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഹൃദയാഘാതം സംഭവിച്ച ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഉടൻ തന്നെ CPR നൽകുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. ഹൃദയാഘാതം ഒരു ഗുരുതരമായ അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് തന്നെ CPR നൽകുന്ന ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കും. ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കണം. അപ്പോൾ ഹൃദയാഘാതം സംഭവിച്ച ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഉടൻ തന്നെ CPR നൽകുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക. പൊള്ളലേറ്റ ഭാഗത്ത് 10 അല്ലെങ്കിൽ 20 മിനിറ്റ് തണുത്ത വെള്ളം ഒഴിക്കുക. ചൂട് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഇത് സഹായിക്കും. ഐസ് നേരിട്ട് വയ്ക്കുന്നത് ചർമ്മത്തിന് കൂടുതൽ ദോഷം ചെയ്യാം. അതുകൊണ്ട് തന്നെ പൊള്ളക്കുളം പൊട്ടിക്കുന്നത് അണുബാധയ്ക്ക് കാരണമായേക്കാം. വെണ്ണ പോലുള്ള പുരട്ടുന്നത് രോഗാണുബാധയ്ക്ക് സാധ്യത കൂട്ടും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മൂക്കിന്റെ പാലത്തിൽ അമർത്തി പിടിക്കുക, മുന്നോട്ട് ചാഞ്ഞിരിക്കുക. മൂക്കിന്റെ പാലത്തിൽ അമർത്തി പിടിക്കുക, മുന്നോട്ട് ചാഞ്ഞിരിക്കുക. തല പിന്നിലേക്ക് ചായ്ക്കുന്നത് രക്തം തൊണ്ടയിലേക്ക് പോകാനും ശ്വാസതടസ്സത്തിനും ഒക്കെ കാരണമായേക്കാം. മൂക്കിന്റെ പാലത്തിൽ 5-10 മിനിറ്റ് അമർത്തി പിടിക്കുന്നതും മുന്നോട്ട് ചാഞ്ഞിരിക്കുന്നതും രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? മൂക്കിന്റെ പാലത്തിൽ അമർത്തി പിടിക്കുക, മുന്നോട്ട് ചാഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് വിഷം ഉള്ളിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് വിഷം ഉള്ളിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. വിഷത്തിന്റെ കുപ്പിയോ വിവരങ്ങളോ കരുതുക. വിഷം ഉള്ളിൽ ചെന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് അറിയാമെങ്കിൽ ചികിത്സ എളുപ്പമാകും. അതിനാൽ വിഷത്തിന്റെ കുപ്പിയോ മറ്റ് വിവരങ്ങളോ കരുതുക. സ്വന്തമായി ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായേക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് വിഷം ഉള്ളിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. വിഷത്തിന്റെ കുപ്പിയോ വിവരങ്ങളോ കരുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് ചതവ് സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ പ്രധാനമല്ലാത്തത് ഏതാണ്?
ഒരു വ്യക്തിക്ക് ചതവ് സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ പ്രധാനമല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ചൂട് പിടിപ്പിക്കുക. ചതവ് സംഭവിച്ചാൽ ആദ്യത്തെ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ചൂട് പിടിപ്പിക്കുന്നത് നീർക്കെട്ട് വർദ്ധിപ്പിക്കാനും വേദന കൂട്ടാനും സാധ്യതയുണ്ട്. അതിനാൽ വിശ്രമം നൽകുക, ഐസ് വയ്ക്കുക, ബാൻഡേജ് കെട്ടുക, ഉയർത്തി വയ്ക്കുക എന്നിവയാണ് പ്രഥമ ശുശ്രൂഷ രീതികൾ. അപ്പോൾ ഒരു വ്യക്തിക്ക് ചതവ് സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ പ്രധാനമല്ലാത്തത് ഏതാണ്? പ്രധാനമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. പ്രധാനമല്ലാത്തതാണ് ഏത്? ചൂട് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചൂട് പിടിച്ചാൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ചതവ് സംഭവിച്ച 1024-48 മണിക്കൂറിൽ ചൂട് പിടിക്കുന്നത് നീർക്കെട്ട് വർദ്ധിപ്പിക്കാനും വേദന കൂട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ വിശ്രമം നൽകുകയും ഐസ് വയ്ക്കുക, ബാൻഡേജ് കെട്ടുക, ഉയർത്തി വയ്ക്കുക എന്നിവയാണ് പ്രഥമ ശുശ്രൂഷ രീതികൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചാൽ എത്ര സമയം വരെ തലച്ചോറിന് കേടുപാടുകൾ കൂടാതെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്? ഒരു വ്യക്തിക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചാൽ എത്ര സമയം വരെ തലച്ചോറിന് കേടുപാടുകൾ കൂടാതെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 4-6 മിനിറ്റ്. ഹൃദയസ്തംഭനം സംഭവിച്ചാൽ രക്തയോട്ടം നിലയ്ക്കുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യും. 4 അല്ലെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങും. അതിനാൽ എത്രയും പെട്ടെന്ന് CPR നൽകുകയും വൈദ്യസഹായം എത്തിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് പേശിവലിവ് അനുഭവപ്പെടുകയാണെങ്കിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് പേശിവലിവ് അനുഭവപ്പെടുകയാണെങ്കിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പേശികളെ സാവധാനം വലിച്ചു നീട്ടുക. പേശിവലിവ് ഉണ്ടാവുമ്പോൾ വേദനയുള്ള പേശികളെ സാവധാനം വലിച്ചു നീട്ടുന്നത് പേശികൾക്ക് അയവ് വരുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും. ശക്തിയായി മസാജ് ചെയ്യുന്നത് കൂടുതൽ വേദനയ്ക്ക് കാരണമായേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് തല കറങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് തല കറങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ കാലുകൾ ഉയർത്തി വയ്ക്കുക. തല കറങ്ങുമ്പോൾ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് വീഴ്ച ഒഴിവാക്കാൻ സഹായിക്കും. കാലുകൾ ഉയർത്തി വയ്ക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും തലകറക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചെറിയ മുറിവിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു ചെറിയ മുറിവിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, മുറിവിൽ തുണി വെച്ച് അമർത്തി പിടിക്കുക. ചെറിയ മുറിവിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ ശുദ്ധമായ തുണി അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച് മുറിവിൽ അമർത്തി പിടിക്കുന്നത് രക്തം കട്ട പിടിക്കാനും രക്തസ്രാവം നിയന്ത്രിക്കാനും സഹായിക്കും. മുറിവ് കഴുകുന്നത് അണുബാധ ഒഴിവാക്കാൻ പ്രധാനമാണ്. എന്നാൽ ആദ്യം രക്തസ്രാവം നിയന്ത്രിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആർക്കൊക്കെ അറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഏതാണ്? ചർമ്മം, സ്കിന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മമാണ്. ഇത് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും താപനില നിയന്ത്രിക്കുകയും സ്പർശനാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ചെവിയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഇത് മധ്യകർണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേൾവിക്ക് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്ന പ്രക്രിയ എന്താണ് വിളിക്കുന്നത്? ഉച്ഛ്വാസം, ഇൻഹൾട്ടേഷൻ. അതായത് ശ്വാസകോശത്തിലേക്ക് വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം. ഈ സമയത്ത് ഡയഫ്രം താഴേക്ക് താഴുകയും നെഞ്ചിൻ കൂട് വികസിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ.
ശ്വസന പ്രക്രിയയിൽ പുറത്തുവിടുന്ന പ്രധാന വാതകം ഏതാണ്? ശ്വസന പ്രക്രിയയിൽ പുറത്തുവിടുന്ന പ്രധാന വാതകം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലെ, കാർബൺ ഡയോക്സൈഡ് ആണ് ശ്വസന പ്രക്രിയയിൽ പുറത്തുവിടുന്ന പ്രധാന വാതകം. ഉച്ഛ്വാസത്തിലൂടെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കോശങ്ങളിൽ വച്ച് രാസപ്രവർത്തനങ്ങൾക്ക് ശേഷം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് നിശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയുടെ ഒരു മിനിറ്റിൽ ശരാശരി ശ്വാസന നിരക്ക് എത്രയാണ്? ഒരു സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയുടെ ഒരു മിനിറ്റിലെ ശരാശരി ശ്വാസന നിരക്ക് എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 12 അല്ലെങ്കിൽ 16 തവണ. ഒരു സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയുടെ ഒരു മിനിറ്റിലെ ശരാശരി ശ്വാസന നിരക്ക് 12 മുതൽ 16 തവണ വരെയാണ്. ഇത് പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.